നമുക്കൊപ്പം ഇപ്പോൾ ജോസ് കെ മാണി MP ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോസ് കെ മാണി, ഈ വിഷയത്തിൽ ഏറ്റവും ഒരുപക്ഷെ സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമുണ്ട്. പക്ഷേ ആ നിയമമൊക്കെ നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയാണോ മൃഗങ്ങൾക്ക് വേണ്ടിയാണോ എന്നുള്ള സംശയമാണ്. എത്രയെത്ര മനുഷ്യരുടെ ജീവിതമാണ് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ പകൽ കൂടി കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കണ്ണൂരിൽ ഒരു കർഷകന് ജീവൻ നഷ്ടപ്പെടുകയാണ്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതേ ചോദ്യം തന്നെയാണ് നിരവധി പ്രാവശ്യം പാർലമെന്റിനകത്ത് ഞാൻ ഉയർത്തിയത്. ഈ വന്യജീവി സംരക്ഷണ നിയമം 1972 കൊണ്ടുവന്നപ്പോൾ അതിലുള്ള നിർവചനത്തിൽ വന്ന വലിയൊരു തെറ്റുണ്ട്. ആ തെറ്റെന്ന് പറയുന്നത് വന്യജീവിക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് അത് വനത്തിനകത്ത് എന്നുള്ളത് അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ഭരണഘടനാ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. ഞാൻ കാണുന്നുണ്ട് ആ മക്കളുടെയും അതോടൊപ്പം തന്നെ അമ്മമാരുടെയും കരച്ചില്. അവിടുന്ന് ഓടിപ്പോവുകയാണ്, അവിടുന്ന് കുടിയിറക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഭരണഘടനാ പ്രതിസന്ധിയാണ്. ഞാനത് പറയാൻ കാര്യം, ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവർക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്രത്തിന്റെയും. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റാൻ നോക്കുമ്പോൾ അത് സാധിക്കുന്നില്ല ഈ നിയമമുള്ളപ്പോൾ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കോട്ടയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അന്ന് കണമനയില് ഒരു കാട്ടുപോത്ത് കുത്തി ഒരാളെ വീട്ടിന്റെ മുമ്പിൽ വെച്ച് കൊന്നു കൊലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കളക്ടർ ഓർഡർ ഇട്ടു ഈ കാട്ടുപോത്തിനെ വെടിവെക്കുവാനായിട്ട്. പക്ഷെ വെടിവെക്കാൻ സമ്മതിച്ചില്ല. ആരാണ്? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര്. അവിടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു പാടില്ല, കാരണം നിയമം അത് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കേന്ദ്രം ഇതിന്റെ കണ്ണുകൾ തുറന്ന് ഈ നിയമ ഭേദഗതി കൂടെ പറ്റുള്ളൂ. പക്ഷെ ഇതോടൊപ്പം ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ വ്യക്തിപരമായി പറയട്ടെ, ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അതിനുവേണ്ടി പോരാട്ടം നടത്തുന്നതാണ്. പറയുന്ന വന്യമൃഗം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ വന്യമൃഗത്തിനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കരുത്, അത് പോലീസിനെയാണ് ഏൽപ്പിക്കേണ്ടത്. അത് ആ തരത്തിലുള്ള നിയമ ഭേദഗതി പറ്റുമോ ഇല്ലതോളം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഒന്ന്. രണ്ട്, വളരെ സുപ്രധാനമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ഇങ്ങനെയുള്ള വന്യമൃഗം പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അത് അക്രമകാരികളാണ് എന്ന് തന്നെ ഡിഫൈൻ ചെയ്യുക. ആരെയും അത് അനലൈസ് ചെയ്യാൻ, അവന്റെ ആ ഒരു വന്യമൃഗത്തിന്റെ സ്വഭാവം അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അക്രമകാരികളാണ് എന്ന് തന്നെ വിലയിരുത്തി അതിനെ വെടിവെച്ച് കൊല്ലുകയോ ഇമ്മീഡിയറ്റ് ആയിട്ട് കൂട്ടിലടച്ച് അതിനെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയോ ചെയ്യണം. ഇത് രണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ്, വന്യമൃഗം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇൻസിഡന്റ് പോലെ ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഉൾപ്പെടുത്തുക. ഒരു പക്ഷേ ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉൾപ്പെടുത്തി കഴിയുമ്പോൾ സംസ്ഥാന സർക്കാരിനും ഒരു സാധ്യതയുണ്ട് പോലീസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അത് ലാൻഡ് സ്ലൈഡും മറ്റേതും അറിയുമ്പോൾ അല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിനേക്കാൾ അപ്പുറം ഒരാളെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ പോലും അത് ഡിസാസ്റ്റർ മാനേജ്മെന്റിലാണ് വരുന്നത്. അപ്പോൾ ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഉടനെ തന്നെ പോലീസ് ആക്ട് ചെയ്ത് ഈ വന്യമൃഗത്തിനെ വെടിവെക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് ഈ നിയമപരമായിട്ട് എല്ലാ ഓപ്ഷൻസും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും നോക്കണം. പക്ഷെ ആത്യന്തികമായി ഈ നിയമ ഭേദഗതികളോട് നമുക്ക് അതിനകത്ത് ശക്തമായി, ഇപ്പോൾ മാതൃഭൂമി ഏറ്റെടുത്ത പോലെ എല്ലാ ചാനലുകളും ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ ശക്തമായി ജനപ്രതിനിധികൾ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായി പോരാട്ടം നടത്തിയേ പറ്റൂ. ഇത് കണ്ണടച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കേരള സമൂഹത്തിന് സാധിക്കില്ല. ഇതൊരു കേരള സമൂഹത്തിന്റെ, നമ്മുടെ നാഷണൽ ഡിസാസ്റ്റർ എന്ന് പറയുന്ന പോലെ കേരളത്തിന്റെ ഒരു ദുരന്തമായി മാറി, അതോടൊപ്പം തന്നെ ഭരണഘടന പ്രതിസന്ധിയായിട്ട് മാറിയിരിക്കുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ജോസ് കെ മാണി.